വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം തട്ടിപ്പ് കേസിലെ പ്രതികൾ ഇപ്പോഴും സഹകരണ സംഘത്തിൽ തുടരുന്നതായി പരാതി. നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും കണ്ടെത്തി. സുനിഷ അയലൂർ ചേരുന്നു വിവരങ്ങളുമായി. ഗുഡ് ഈവനിംഗ് സുനിഷ അയലൂർ. തട്ടിപ്പുകാർ ഇപ്പോഴും സംഘാംഗങ്ങളായി തുടരുകയാണോ? സുജയ, അത് തന്നെയാണ് ഈ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയും ഉയരുന്നത് എന്നതാണ്. ഈ പറഞ്ഞതുപോലെ 54 കോടിയോളം രൂപ ഈ നിക്ഷേപകരിൽ നിന്നായി തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു പരാതിയായി ഉയർന്നിരുന്നത്. പിന്നാലെ തന്നെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. സ്റ്റേഷനിൽ നിന്നും ഈ 3ഓളം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രധാനമായും സംഘം പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ട്രഷററിയുമായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ ഈ ബോർഡ് മെമ്പർമാരായിട്ടുള്ള മറ്റുള്ളവർക്കും ഇതിൽ പങ്കുണ്ട് എന്നത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ ആളുകൾ തന്നെ, ഈ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുള്ള പണം തട്ടിയവർ തന്നെ വീണ്ടും ഈ സംഘത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് തന്നെയാണ്. ഈ പണം തിരിച്ചു കിട്ടാനുള്ള നടപടികൾ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും നിക്ഷേപകർ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഈ തട്ടിപ്പിന്റെ പേരിൽ ആരോപണ വിധേയരായവർ തന്നെ ഇതേ രീതിയിൽ ഈ സംഘത്തിൽ പ്രവർത്തിക്കുന്നു എന്നതും കൂടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നത്. നിക്ഷേപകരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇനിയും കൂടുതൽ പേർ ഈ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലുണ്ട് എന്നതാണ്. കൂടുതൽ പരാതികൾ ഫോർട്ട് സ്റ്റേഷനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. തട്ടിപ്പുകാരെല്ലാം പുറത്തുവരട്ടെ. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം. സുനിഷ അയലൂർ.